നമ്മൾ ഒരുപാട് പ്രതീക്ഷിച്ചിരിക്കുന്ന, അല്ലെങ്കിൽ നമ്മൾ ഒരുപാട് ആഗ്രഹിച്ചിരിക്കുന്ന പലരും നമ്മളെ കൈയൊഴിഞ്ഞിരിക്കാം. ഈ ലോകം മുഴുവൻ നമുക്കെതിരായാലും നമ്മുടെ മേൽ ഒരു ദൈവിക പദ്ധതി കിടപ്പുണ്ട്. നമ്മുടെ മേൽ കിടക്കുന്ന ആ ദൈവിക പദ്ധതി നമ്മളെ ഉയരങ്ങളിലെത്തിക്കും. നാം എത്തിച്ചേരേണ്ട ഇടത്ത് നമ്മളെ എത്തിച്ചിരിക്കും. അമ്മയുടെ ഉദരത്തിൽ ഉരുവാകുന്നതിന് മുമ്പേ നമ്മുടെ അമ്മയോ അപ്പനോ നമ്മളെ കണ്ടില്ലെങ്കിലും നമ്മളെ കണ്ട ഒരു ദൈവമുണ്ട്. ആ ദൈവത്തിന് നമ്മളുടെ മേൽ ഒരു പദ്ധതിയുണ്ട്. ആരല്ല നമ്മളെ തടഞ്ഞാലും, ആരല്ല നമ്മളെ മാറ്റി നിർത്തിയാലും ആ പദ്ധതി നമ്മുടെ ജീവിതത്തിൽ വെളിപ്പെട്ടു വരും. യോസഫ് തൻ്റെ ജീവിതത്തിൽ അനുഭവിക്കാവുന്നതിൻ്റെ അപ്പുറം അനുഭവിച്ചു. തൻ്റെ കൂടപ്പിറപ്പുകൾ തന്നെ തള്ളിക്കളഞ്ഞു. അടിമച്ചന്തയുടെ കാരാഗ്രഹത്തിൻ്റെ മറ്റു പല വേദനകളിലൂടെ അവൻ കടന്നുപോയെങ്കിലും അവൻ്റെ മേലുണ്ടായിരുന്ന ദൈവിക പദ്ധതി അവൻ്റെ ജീവിതത്തിൽ വെളിപ്പെട്ടു വന്നു. പ്രധാനമന്ത്രി പദത്തിലേക്ക് അവനെ മാറ്റപ്പെട്ടു. എങ്കിൽ ഇന്ന് നിങ്ങൾ കടന്നു പോകുന്ന അവസ്ഥകൾ എന്തു തന്നെ ആയിക്കൊള്ളട്ടെ, നിങ്ങളുടെ മേൽ ഉള്ള ദൈവിക പദ്ധതി നിങ്ങളെ ഈ അവസ്ഥകളിൽ മാനിക്കും. എത്തേണ്ട ഇടത്ത് നിങ്ങളെ അവിടെ എത്തിച്ചിരിക്കും. നിന്നെ തള്ളിക്കളഞ്ഞവരുടെ മുമ്പാകെ, നിന്നെ താഴ്ത്തിക്കളഞ്ഞവരുടെ മുമ്പാകെ, നിന്നെ ഉപേക്ഷിച്ചവരുടെ മുമ്പാകെ, നിന്നെ നിന്ദിച്ചവരുടെ മുമ്പാകെ നിന്റെ ദൈവം, സർവശക്തനായ ദൈവം നിന്നെ മാനിച്ചിരിക്കും. ആമേൻ.